മൈവീസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്ന് പറയുന്നത് നാട്ടിലേക്ക് പോകുന്ന ബ്ലോഗാണ്. അങ്ങനെ കുളിച്ച് മാറ്റി എല്ലാം റെഡിയായി ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇവിടെ എത്തി സാധനങ്ങളെല്ലാം ഒരു ട്രോളിൽ എടുത്ത് വെച്ച് ഇനി നേരെ ഉള്ളിലേക്ക് ഞാൻ തള്ളി അങ്ങോട്ട് പോവാം. വൈകുന്നേരം 5 മണിയായി കേട്ടോ എയർപോർട്ടിലെത്തുമ്പോൾ. 7:40 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ട് എത്തിയാലും മതി. അങ്ങനെ മെല്ലെ എൻട്രൻസും കടന്ന് ഉള്ളിലേക്ക് പോവുക. ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഇനിയിപ്പം ബോർഡിംഗ് പാസ് എടുക്കണം. നേരെ ബോർഡിംഗ് പാസ് എടുക്കുന്ന കൗണ്ടറിലേക്ക്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഭാഗ്യത്തിന് ലഗേജ് ചെക്ക് ചെയ്തിട്ടില്ല. ഒരു 14 കിലോ ലഗേജ് ഉണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തിട്ടില്ല. ബോർഡിംഗ് പാസ് കിട്ടി. എമിഗ്രേഷനിലേക്ക് പോയപ്പോൾ സെൽഫ് എമിഗ്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഖത്തറിന് റിന്യൂ ചെയ്ത പാസ്പോർട്ടിനെ കൊണ്ട് കൗണ്ടറിൽ പോകണം എന്ന് പറഞ്ഞു. എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോകണം. അങ്ങനെ ഇറങ്ങി നോക്കുന്നവരുണ്ട് വലിയൊരു പാവക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് വലുപ്പമുള്ള സാധനം. എന്ത് കണ്ടില്ലേലും ഖത്തർ വന്ന ആൾക്കാർ ഇത് കാണാണ്ട് പോല. ഇവിടെ വന്ന് കുറേ ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് നേരം ഇതിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞളിച്ച് മെല്ലെ ഇനി ഉള്ളിലേക്ക് കടക്കണം. കുറച്ച് നേരം പിന്നെയും ഉള്ളിൽ നിന്ന് തിരിഞ്ഞടിച്ചു. ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറേണ്ട ഗേറ്റിലേക്കാണ്. എൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് C91 C91 കേട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുക. ബാഗ് ഇട്ടിട്ട് ഷോൾഡർ കയറാന്ന് കുറച്ച് ഹെവി ആയതുകൊണ്ട് 2-3 ആൾക്കാർ ചെറിയ ട്രോളിയും തള്ളി പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയെടുക്കുന്നു ഇപ്പോൾ എവിടെ കിട്ടുമല്ലോ ഈ ട്രോളി. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അയൽ വെച്ച് തള്ളിയാൽ മതിയാണ്. അങ്ങനെ ട്രോളി അപ്പി ഇറങ്ങി വെക്കുന്നുണ്ട്. ഇവിടെ ഖത്തർ ഡ്യൂട്ടി ഫ്രീൻ്റെ ഒരു നറുക്കെടുപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ സാധനം നോക്കിയാൽ ബെൻസിൻ്റെ. അതേപോലെ ഒരു ബൈക്കുണ്ട്, സ്പോർട്സ് ബൈക്ക്. പോളി സാധനം കേട്ടോ. ബൈക്ക് മാത്രമല്ല ഒരു കാറും കൂടിയുണ്ട്, പോർഷയുടെ കാർ കേട്ടോ. ബൈക്ക് അതേപോലെ ബെൻസിൻ്റെ ഒരു വണ്ടി. അങ്ങനെ ട്രോളി അപ്പി ഇടുന്ന മക്കളെ ട്രോളി ഇട്ടി. ട്രോളി വെച്ചാൽ തള്ളൽ. ട്രോളിൽ വെച്ച് മെല്ലെ തള്ളി. C91 അതിൻ്റെ മുമ്പിലെത്തി നോക്കുമ്പോണ്ട് കുറേ ആൾക്കാർ ഫ്ലൈറ്റ് കാത്തിക്കുന്നു. അങ്ങനെ അതേപോലെ ഞാനും ഇരുന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ കൗണ്ടർ ഓപ്പണായി. നമുക്ക് ബസ് കയറിയിട്ട് വേണം മക്കളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ. ബസ് കയറി അങ്ങനെ യാത്ര തുടങ്ങി. യാത്ര ഒന്നും പറയാൻ മാത്രമല്ല, ഒരു 2 മിനിറ്റ് അത്ര തന്നെ. ബസ്സിൽ ഫുൾ ആൾക്കാരാണ് കേട്ടോ, കണ്ടില്ലേ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ കുറേ ഫ്ലൈറ്റുകളുണ്ട്. അതിൽ എണ്ണ അടിക്കുന്നുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് ലഗേജ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിമാനത്തിൻ്റെ അടുത്ത് എത്തി. വിമാനത്തിലേക്ക് കയറുക കേട്ടോ. വിമാനത്തിലേക്ക് കയറാൻ നോക്കാം. നമ്മളിന്ന് പോകുന്നത് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിലാണ് കേട്ടോ. അങ്ങനെ വിമാനത്തിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്. പൈലറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ അവിടെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. ടോർച്ച് അടിച്ച് ചെക്ക് ചെയ്യണം. അതുപോലെ കടമയാണ്. ഫ്ലൈറ്റിന് നല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. തിരക്കുള്ളവരൊക്കെ ആദ്യം കയറിക്കോട്ടെ വിചാരിച്ചത്, ഞാൻ ലാസ്റ്റ് കാത്തുന്നു. അങ്ങനെ അവസാനം ഞാനും കയറി. സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കാത്തു കേട്ടോ. നമ്മളെ കൊണ്ടാക്കിയ ബസ്സുണ്ട് പോന്ന്, അതതിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ നേരെ ഫ്ലൈറ്റിലേക്ക്.
ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ സീറ്റിലിരുന്ന്. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ, ഏറ്റവും അവസാനത്തെ സീറ്റിൽ. അങ്ങനെ ആദ്യം തന്നെ കൊണ്ടുതന്ന് മുഖം തുടയ്ക്കാനുള്ളൊരു വെറ്റ് ടിഷ്യൂ. ഫ്ലൈറ്റ് പൊന്തി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിൻ്റെ രാത്രി ഉള്ള കാഴ്ച. അടിപൊളി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഫുഡ് കൊണ്ട് തന്നു. നല്ല ചിക്കൻ, റൈസ്, ബ്രെഡ്, സലാഡ്, റൈസ് പുഡിങ്, വെള്ളം, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു. നീണ്ട 4 മണിക്കൂറിന് ശേഷം കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിന് വെയിറ്റ് ചെയ്യുക. ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ലഗേജ് കിട്ടാൻ കുറച്ച് വൈകും കേട്ടോ. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ളൊരു പ്രശ്നമാണത്. അങ്ങനെ കുറച്ചൊരു 45 മിനിറ്റ് കാത്തുന്നതിന് ശേഷം നമ്മൾ ലഗേജ് വരുന്ന ലഗേജൊക്കെ എടുത്ത് വെച്ച് ട്രോളിയിലാക്കിയിട്ട് പുറത്തേക്ക്. മൈവീസ് വ്ലോഗിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.